നമ്മുടെ കേരള സമൂഹത്തിൽ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത്, പരസ്പരം തല്ലും കുത്തും വർദ്ധിച്ചു വരുന്നത്, കൊലപാതകം യാതൊരു വിമിഷ്ടവുമില്ലാത്ത, വൈമനസ്യവുമില്ലാത്ത, യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത ഒരു പ്രക്രിയയായി മാറാനുള്ള കാരണം പോലും ലഹരി ഉപയോഗമാണ്. ലഹരി ഉപയോഗത്തിനപ്പുറം അത് സിനിമാ മേഖലയിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. മാർക്കോ പോലുള്ള സിനിമകളും അക്രമത്തെ കാണിച്ചു കൊടുക്കുന്നു. ആൾക്കൂട്ടത്തെ കൂട്ടമായി വെടിവെച്ച് കൊല്ലുന്ന, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന രീതിയിലുള്ള ആ അവതരണമുണ്ടല്ലോ സിനിമയിലെ, അത് ഇതിന് പലപ്പോഴും കാരണമാവുകയും ചെയ്തു. ഇവിടെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടത് സിനിമാ സംവിധായകനാണ്, ഖാലിദ് റഹ്മാൻ. ആ സിനിമാ സംവിധായകന് പുറമെ അതിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ തന്നെ സിനിമാ പ്രവർത്തകരാണ്. അതിനുമുമ്പ് ഷൈൻ ടോം ചാക്കോ, അയാളെ പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ ഹോട്ടൽ മുറിയിൽ ജനാലിൽ കൂടെ ഇറങ്ങി ചാടി ഓടി സ്വിമ്മിംഗ് പൂളിൽ ചാടി ഒക്കെ രക്ഷപ്പെട്ടു. പക്ഷെ പിന്നീട് പോലീസ് വിളിച്ചു വരുത്തിയ ശേഷം പോലീസിനോട് താൻ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് കുറ്റസമ്മതം നടത്തി. സാധാരണ കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ മാത്രമല്ല, രാസലഹരി ഇതുപോലെ വ്യാപകമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. ആ കൂട്ടത്തിലാണ് ഈ സിനിമാ പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും അവരുടെ പേരിൽ കേസെടുക്കുന്നതും അവരെ ചോദ്യം ചെയ്യുന്നതും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്.